സംസ്ഥാനത്ത് കനത്ത മഴ ലഭിച്ചതോടെ KSEBക്ക് ആശ്വാസം. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നതും വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതും പ്രതിസന്ധി മറികടക്കാൻ വഴിയൊരുക്കി. എന്നാൽ ഉടൻ വൈദ്യുതോൽപാദനം കൂട്ടുന്നതിന് പകരം വെള്ളം സംഭരിക്കാനാണ് KSEBയുടെ തീരുമാനം. അതേസമയം മഴക്കെടുതിയിൽ KSEBക്കും കോടികളുടെ നാശനഷ്ടമാണ് ഉള്ളത്. സുനിഷ യെല്ലൂർ ചേരുന്നു. സുനിഷ, മഴ ഒരു തരത്തിൽ KSEBക്ക് ആശ്വാസമാണ്, പക്ഷേ അതേസമയം മറുപുറത്ത് വലിയ നാശനഷ്ടങ്ങൾ, കോടികളുടെ നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നു അല്ലേ? അതെ റോഷ്നി, അതിതീവ്രമായ സംസ്ഥാനത്തൊട്ടാകെ നാശം വിതച്ചിട്ടുണ്ട്. പക്ഷേ ഒരാശ്വാസം എന്ന് പറയുന്നത് അത് KSEBക്കാണ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് KSEBയുടെ പ്രതിസന്ധിയാണ്, വൈദ്യുത പ്രതിസന്ധിയാണ്, ഇരുട്ടിലായ സാഹചര്യമാണ്. എന്തായാലും ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഏറെക്കുറെ കഴിഞ്ഞു എന്നുള്ളതാണ്. മഴ ലഭിച്ചതോടുകൂടി അണക്കെട്ടുകളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്, ജലസംഭരണികളിൽ വെള്ളം ഉയർന്നതോടുകൂടി വലിയ രീതിയിൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. നേരത്തെ 90 ദശലക്ഷം യൂണിറ്റ് ഉപയോഗിച്ചെടുത്ത് ഇപ്പോൾ 80 ദശലക്ഷം യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ ലഭ്യത കൊണ്ട് തന്നെ മറികടക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ചെറിയ അണക്കെട്ടുകളെല്ലാം തന്നെ ഈ ജലം ഉയർന്നിട്ടുണ്ട്. വെള്ളം ഉയർന്നതോടുകൂടി തന്നെ ഈ വൈദ്യുതി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വലിയ അണക്കെട്ടുകളിൽ ഇപ്പോൾ ഈ വൈദ്യുതി ഉൽപാദനം അധികം കൂട്ടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി KSEB എത്തുന്നുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ആ വെള്ളം അത് അടുത്ത ലരിതന്തിക്ക് കാക്കാം വിഷയം കൊണ്ട് വിലക്ക് വൈദ്യുതി കിട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ സമയം ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ KSEB കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നോക്കുമ്പോൾ ഇപ്പോൾ സംഭരണത്തിന്റെ 48% ഈ വെള്ളം അത് അണക്കെട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടായിരുന്ന അത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. KSEBയെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമായ കാര്യമാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധിയെ മറികടക്കാൻ ഏറെക്കുറെ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറെക്കുറെ എന്നല്ല, പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ റോഷ്നി പറഞ്ഞതുപോലെ മഴക്കെടുതി അത് KSEBയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമറുകൾ അടക്കം പലയിടത്തും പോയൊരു സ്ഥിതി വിശേഷം കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ കോടികളുടെ നഷ്ടം KSEBക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ പ്രതിസന്ധി, സാധാരണക്കാരായ ജനങ്ങളെ കൂടി ബാധിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഈ കനത്ത മഴ ലഭിച്ചത്, അണക്കെട്ടുകളിൽ വെള്ളം ലഭിച്ചതെല്ലാം കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് റോഷ്നി. ശരി സുനിഷ.